ഹലോ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് റനായാസ് വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഹൗ ടു ഗെറ്റ് എ ടീച്ചിങ് ജോബ് ഇൻ UAE അതിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. ഞാൻ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ പോയി കണ്ടു നോക്കുക. ഡൗട്ട്സ് ഉള്ളവർ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ പാർട്ട് 3 എനിക്കൊരു ഡൗട്ടായിരുന്നു ചെയ്യേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളതെന്ന്. പക്ഷേ എനിക്കൊരു മോർ ദാൻ 5 ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നപ്പോൾ ഐ തോട്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു ഡു ഇറ്റ് ആസ് എ ലോങ് വീഡിയോ. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുകയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പോൾ എൻ്റെ ഇവിടെ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഇവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത് ടീച്ചിങ്ങിൽ വരുമ്പോൾ. നോ ഡൗട്ട് ഇംഗ്ലീഷാണ് യൂസ് ചെയ്യേണ്ടത്. അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, ഇപ്പോൾ സയൻസ് ടീച്ചേഴ്സ് ആണെങ്കിലും, മാത്സ് ടീച്ചേഴ്സ് ആണെങ്കിലും, ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആണെങ്കിലും, ഹിന്ദി ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മൾ കുട്ടികളോട് ഇംഗ്ലീഷിലാണ് സംസാരിക്കേണ്ടത്. ഈവൻ ടു അവർ കൊളീഗ്സ് ഓൾസോ ഇംഗ്ലീഷ് ഈസ് മാൻഡേറ്ററി. ഇപ്പം നമ്മളല്ലാതെ വീക്കെൻഡ്സിൽ നമ്മുടെ കൊളീഗ്സിനെയൊക്കെ പുറത്ത് വെച്ച് കാണുമ്പോൾ വി ക്യാൻ യൂസ് അവർ റീജിയണൽ ലാംഗ്വേജ്. അല്ലാത്ത സമയത്തൊക്കെ നമ്മുടെ സ്കൂളിലാണെങ്കിലും ഇൻസൈഡ് ദ സ്കൂൾ പ്രിമിസസ് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു യൂസ് ഇംഗ്ലീഷ് ഇറ്റ് സെൽഫ്. അത് മാൻഡേറ്ററി ആണ്. ഓക്കെ, പിന്നെ ഇനി അടുത്തത് എന്നോട് ചോദിച്ചത് കമ്പ്യൂട്ടർ നോളജ്. അതെനിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്തൊരു വീഡിയോയെ ബേസ് ചെയ്തിട്ടാണ് എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വന്നത്. കമ്പ്യൂട്ടർ നോളജ് മാൻഡേറ്ററി ആണോ എന്നുള്ളത്. കമ്പ്യൂട്ടർ നോളജ് മാൻഡേറ്ററി ആണോ മാൻഡേറ്ററി എന്നുള്ളതെന്നല്ല, നമ്മളത് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണിപ്പോൾ. കാരണം ഇവിടെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. നമ്മുടെ മാർക്ക് എൻട്രി ആണെങ്കിലും നമ്മൾ പേപ്പർ കറക്ഷൻ മാത്രമേ ഉള്ളൂ പെൻ വെച്ചുള്ളത്. പിന്നെ നമ്മുടെ നോട്ട്ബുക്ക് കറക്ഷന് മാത്രമേ ഉള്ളൂ പെൻ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാം നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഇപ്പം നമ്മൾ മാർക്ക് എൻട്രി ആണെങ്കിലും, ബ്ലൂ പ്രിന്റ് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിലും, ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും, ഇയർ പ്ലാൻ ആണെങ്കിലും, അങ്ങനെ എവ്രിതിങ്, നമ്മുടെ നോട്ട്സ് ഈവൻ പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിലും അങ്ങനെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പം നമുക്ക് വേർഡ്, എക്സൽ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ മാക്സിമം അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, അത് നമ്മൾ ഗ്രാജുവലി അത് ഇവിടെ വരുമ്പോൾ പഠിക്കും. എനിക്കും ആദ്യം വന്നപ്പോൾ ഞാനും എക്സൽ ഒന്നും നാട്ടിൽ അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല. കുറച്ചൊക്കെ അവിടെ ഇവിടെ അറിയാമെന്നുള്ളതല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ നമുക്കത് പഠിച്ചേ പറ്റൂ. അപ്പം നമ്മൾ ബാക്കിയുള്ളവരോടും ഒക്കെ ചോദിച്ചും പിന്നെ കുറച്ചൊക്കെ നമ്മൾ യൂട്യൂബിൽ നിന്നൊക്കെ റെഫർ ചെയ്തും അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പിന്നെ എനിക്ക് അടുത്ത് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏജ് ഒരു ഫാക്ടറാണോ ഇവിടെ UAE ടീച്ചിങ് ജോബ് കിട്ടാനായിട്ട്? ഏജ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. ആക്ച്വലി ഏജ് ഒരു വിഷയമൊന്നും അല്ല കേട്ടോ. അതൊക്കെ ആവശ്യമില്ലാതെയുള്ള ടെൻഷൻസ് ആണ്. അങ്ങനെ ഒന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കുകയോ ഇതൊന്നും വേണ്ട. പ്രത്യേകിച്ച് ടീച്ചിങ് ഫീൽഡ് ഇതൊക്കെ ഒരു പ്രൊഫഷണൽ കോഴ്സസ് ആണ്. നമ്മൾ ബി എഡ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പം നമ്മൾ വൺസ് നമ്മൾ BEd എടുത്തു കഴിഞ്ഞിരുന്നാൽ ആ ഒരു ടീച്ചേഴ്സ് ട്രെയിനി ആണ് നമ്മൾ. അപ്പോൾ ഈ ഒരു ഫീൽഡിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിരുന്നാൽ എക്സ്പീരിയൻസ് കൂടുന്ന അനുസരിച്ചാണ് നമ്മളുടെ ഡിമാൻഡ് കൂടുന്നത്. ഇപ്പോൾ ഒരു BEd കഴിഞ്ഞ ഉടനെ ഒരാളെ പിടിച്ച് നമുക്ക് +2 ക്ലാസ്സോ അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡോ ഒന്നും പിടിച്ച് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഒരു 10 to 15 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ മോർ ദാൻ 15 ഇയേഴ്സ് ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ആയിരിക്കും അവർ കൂടുതലും ഹയർ ഗ്രേഡ്സിലേക്കൊക്കെ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ വന്ന സമയത്ത് എന്നോടൊരു കുട്ടിയാണ് ഈ ഒരു ഡൗട്ട് ചോദിച്ചത്. എനിക്കും ഇതേ സെയിം ഡൗട്ടായിരുന്നു. അപ്പം ഞാനൊന്ന് വിചാരിക്കുന്നു, 30 above ആയി കഴിഞ്ഞാൽ ഇനിയിപ്പം എന്നെ ജോലിക്ക് എടുക്കുമായിരിക്കുമോ, എനിക്ക് ജോലി കിട്ടുമായിരിക്കുമോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യോർത്ത് ടെൻഷൻ അടിക്കുകയേ വേണ്ട. പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചിങ് പ്രൊഫഷൻ ആണെങ്കിലും ഈ പ്രൊഫഷണൽ കോഴ്സസ് എല്ലാം വരുന്നതിന് എല്ലാത്തിനും, അതിപ്പോൾ പ്രൊഫഷണൽ കോഴ്സസ് എന്നുള്ളതെന്ന് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും എക്സ്പീരിയൻസ് ഒരു ഘടകമാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഇത്ര ഏജിലുള്ളവർക്ക് മാത്രമേ ജോബ് കൊടുക്കുള്ളൂ അങ്ങനെയെങ്ങും ഒന്നുമില്ല. ഓക്കെ, ഞാൻ വന്ന സമയത്ത് ഒരു 45 above ഉണ്ടായിരുന്ന ഒരു ടീച്ചറും എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരുന്നു വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ അത് കാരണം അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായി നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ചിന്തിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പോൾ ടീച്ചിങ് ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ എക്സ്പീരിയൻസ് കൂടുന്ന അനുസരിച്ച് നമ്മൾ ഏതൊരു ഫീൽഡിലാണെങ്കിലും നമ്മൾ അന്വേഷിക്കും അല്ലേ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ നമ്മൾ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അന്വേഷിക്കും എങ്ങനെയാ, സീനിയർ ആണോ, എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരാണോ, എക്സ്പീരിയൻസ്ഡ് ആണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. അതേപോലെ തന്നെയാണ് ടീച്ചിങ് ഫീൽഡിലും. എക്സ്പീരിയൻസ് കൂടുന്ന അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു പ്രയോറിറ്റി കൂടത്തതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ എനിക്ക് വന്ന ഒരു എൻക്വയറിയാണ്. നാട്ടിൽ 2 വർഷം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഇടയ്ക്ക് ഒരു കരിയർ ബ്രേക്ക് വന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 years ആയി ടീച്ചിങ് ഫീൽഡിലൊക്കെ നിന്നിട്ട്. അപ്പോൾ പുറത്ത് വന്നിരുന്നാൽ ചാൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്.
അങ്ങനെയൊന്നും വിചാരിക്കാൻ വേണ്ട, ചാൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, എന്തൊക്കെ പറഞ്ഞിരുന്നാലും നിങ്ങൾ ഇതൊരു MA BEd ആണെന്ന് തോന്നുന്നു ചോദിച്ചേക്കുന്ന കുട്ടി. ഓക്കെ, അപ്പം MA BEd ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ സെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ MA BEd ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ 2 വർഷം നിങ്ങൾക്ക് നാട്ടിൽ എക്സ്പീരിയൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പുറത്ത് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ട്രൈ ദാറ്റ്. ഓക്കെ, അല്ലാതെ ചാൻസ് ഉണ്ടോ അങ്ങനെയൊന്നും ഓർത്ത് വിഷമിക്കുകയും വേണ്ട. നമ്മളിവിടെ ശ്രമിച്ചു കഴിഞ്ഞിരുന്നാലും നമുക്ക് തീർച്ചയായിട്ടും പറ്റും. ഓക്കെ, പിന്നെ ഇപ്പോൾ ഒരു കരിയർ ബ്രേക്ക് ഉണ്ടായിരുന്നല്ലോ, അത് എല്ലാ മനുഷ്യർക്കും ഇടയ്ക്ക് ഒരു കരിയർ ബ്രേക്ക് വരും. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെയൊക്കെ നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഒന്നുകൂടെയൊക്കെ ജസ്റ്റ് എല്ലാം ഒന്ന് പറ്റുന്ന അത്രയൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ഒക്കെ ഒന്ന് വരാൻ നോക്കുക. എന്താണോ നിങ്ങളുടെ സബ്ജക്റ്റ് അതനുസരിച്ച് നിങ്ങൾ ഒന്ന് കവർ ചെയ്തിട്ടൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതായത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടാണെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോഴത്തേക്ക് കിട്ടും, അല്ലാതെ ഇങ്ങനെ ആവശ്യമില്ലാതെ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. പിന്നെ എനിക്ക് അടുത്ത് വന്ന എൻക്വയറി ആണ്, ടീച്ചിങ് ഇഷ്ടമാണ്, എബ്രോഡ് വരാൻ താല്പര്യമുണ്ട്, ഞാൻ MSc BEd ആണ്, പക്ഷെ എൻ്റെ പ്രശ്നം എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, ഇപ്രാവശ്യം എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ കോൺഫിഡൻസ് ഇല്ലാത്ത എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എന്തെങ്കിലും ഇടയ്ക്ക് വല്ല കരിയർ ബ്രേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് കാണും. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് ഒന്ന് കുറയുമല്ലോ. കുറേ നാൾ നമ്മൾ വേറൊരു കംഫർട്ടബിൾ സോണിൽ ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ഒരു ചേഞ്ച് വരുമ്പോൾ നമുക്കൊരു ഒരു ശരിയാവുമോ എന്നുള്ളൊരു പേടിയുണ്ടല്ലോ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവെന്ന് പറഞ്ഞത്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്കത് ആദ്യമുള്ള ഒരു ടെൻഷനാണ്. കുറേ നാൾ ചെയ്യാതിരുന്നിട്ട് നമ്മൾ ഇനി പുതിയൊരു കാര്യം മീൻസ് ഓൾറെഡി നമുക്ക് അറിയാവുന്ന സംഗതിയാണ്, ഇനി പെട്ടെന്ന് ചെയ്യുമ്പോൾ റെഡി ആവുമോ എന്നുള്ള ആ ഒരു പേടി കൊണ്ടാണ് കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ തോന്നുന്നത്. നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നേ വരെയുള്ള ടെൻഷനാണ്. ഒരു ഡെമോ ക്ലാസ് ഒക്കെ അങ്ങോട്ട് എടുക്കാൻ പറയുമ്പോഴത്തേക്ക് ധൈര്യമായിട്ട് നമ്മൾ എടുക്കും കേട്ടോ. അപ്പോൾ കോൺഫിഡൻസ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ നമ്മൾ തന്നെ കുറച്ച് ഇടയ്ക്കൊക്കെ നമ്മളെ ഒന്ന് ബൂസ്റ്റപ്പും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ കോൺഫിഡൻസ് ഒക്കെ താനെ വന്നോളും. നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ശ്രമിച്ചോളുക. ഓക്കെ, എനിക്കും ഇവിടെ ആദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ കഴിഞ്ഞ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യം വന്നപ്പോൾ ഞാൻ ഒന്നും അറിയാൻ വയ്യാതെ വന്ന് ചാടിപ്പോയതാ കേട്ടോ. അപ്പോൾ ആദ്യം വന്നപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മിക്ക ദിവസങ്ങളിൽ ഞാനിരുന്ന് കരഞ്ഞിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ എങ്ങനെ എന്ത് ചെയ്യണം എന്ത് തുടങ്ങണം എന്നൊന്നും അറിയാൻ വയ്യാതെ നിന്ന് ഉള്ള ഒരു നാട്ടിൽ വെച്ചുള്ള എക്സ്പീരിയൻസും ഒന്നും അല്ല എന്നൊക്കെ തോന്നിയ സമയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഗ്രാജുവലി അതൊക്കെ നമ്മൾ പഠിച്ച് വരും. നമ്മൾ ഓടിപ്പോകാൻ നിന്ന് കഴിഞ്ഞിരുന്നാൽ എല്ലായിടത്തുനിന്നും ഓടിപ്പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ആരും പിടിച്ച് കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. പറ്റുന്നില്ല, നമ്മളെ കൊണ്ട് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആലോചിക്കുക. അല്ലാതെ ഇപ്പോഴേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ട്രൈ ചെയ്യുന്നതിന് മുന്നേ എന്നെ കൊണ്ട് അത് പറ്റില്ല, കോൺഫിഡൻസ് ഇല്ല, അങ്ങനെ ചിന്തിക്കേണ്ട. ഓക്കെ, എല്ലാവർക്കും ഉണ്ട് ഇങ്ങനത്തെ കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ ഇടയ്ക്ക് വരുന്ന ഇഷ്യൂസൊക്കെ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ തന്നെ അതൊന്ന് ഇല്ല നമ്മളൊന്ന് മുമ്പോട്ട് വന്നേ പറ്റൂ എന്നൊക്കെ നമ്മൾ തന്നെ നമ്മളോടൊന്ന് പറഞ്ഞ് മുമ്പോട്ടേക്ക് അങ്ങ് വരിക കേട്ടോ. പിന്നെ എനിക്ക് അടുത്ത വന്ന ക്വസ്റ്റ്യൻ ആണ്, ഈ സ്കൂളിൽ നിന്ന് വിസ പ്രൊവൈഡ് ചെയ്യുമോ എന്നുള്ളത്. ഓഫ് കോഴ്സ് സ്കൂളിൽ നിന്ന് വിസ പ്രൊവൈഡ് ചെയ്യുമല്ലോ. അവർ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി അവർ വിസ പ്രൊവൈഡ് ചെയ്യേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും വിസ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. പിന്നെ അടുത്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്, ഇൻ്റർവ്യൂവിന് ആൻസേഴ്സ് പറഞ്ഞില്ലെങ്കിൽ പ്രോബ്ലം ആവുമോ? അങ്ങനെ അതാ ഞാൻ പറഞ്ഞു, ഇപ്രാവശ്യം എല്ലാം കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ്റർവ്യൂവിന് ആൻസർ പറഞ്ഞില്ല എന്നും പറഞ്ഞ് നമ്മളെ ആരും കൊല്ലാനോ പിടിക്കാനോ ഒന്നും പോകുന്നില്ല. നമ്മൾ ബേസിക് ആയിട്ടുള്ളത് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ പ്രിപ്പയർ ചെയ്തിട്ട് വരിക. ബാക്കി എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് അങ്ങ് വിട്ടുകൊടുത്തേക്കുക, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. കൂടുതൽ ഒന്നിനെ കുറിച്ച് ഓർത്തങ്ങ് ടെൻഷൻ അടിക്കാൻ നിൽക്കാറില്ല. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഇതാണ്, ഇൻ്റർവ്യൂവിന് ആൻസേഴ്സ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതെല്ലാം പറയണമെന്ന് മാൻഡേറ്ററി ഒന്നും അല്ല, നമുക്കറിയാവുന്നത് നമ്മൾ പറയും. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പം നമ്മളത് പറഞ്ഞില്ല എന്ന് വെച്ചിട്ട് അവരതിങ്ങനെ ഓർത്ത് വെച്ചേക്കാനൊന്നും പോകുന്നില്ല. ഈ ടീച്ചർ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇവരെ ഞാൻ ഇൻ്റർവ്യൂവിന് എടുത്തിട്ട് പറഞ്ഞില്ല എന്നൊന്നും അവർക്ക് അതിനൊന്നുള്ള സമയമേ ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ആരും പിടിച്ച് തിന്നാനോ കൊല്ലാനോ ഒന്നും പോകുന്നില്ല. അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയുക.
പിന്നെ ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണുക. അത്രയൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ എൻ്റെ കാര്യത്തിനകത്ത്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു എന്നോട് ഇപ്രാവശ്യം എൻക്വയറിയിൽ വന്നിരുന്നത്. അപ്പോൾ പാർട്ട് 3 കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ബൈ.